അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന മനോഹരമായ ആശയവുമായി വീണ്ടും ഒരു പ്രഭാതത്തിൽ നമ്മൾ ഒരുമിക്കുകയാണ്. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, കാത്തിരിക്കുന്നവർ, എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ സന്തോഷവും അല്ലാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഇന്ന് പരിശുദ്ധമായ പരിപാവനമായ ഒരു വെള്ളിയാഴ്ച പകലാണ്. മുത്തനബി തങ്ങൾ പറഞ്ഞത് വെള്ളിയാഴ്ച രാവും പകലും ഇത് വലിയ മഹത്വമുള്ളതാണ്. അതുകൊണ്ടാണ് മഹാരഥന്മാർ ദുആ അല്ലാഹുമ്മ അഹീന, അല്ലാഹുവിന്റെ പ്രവാചക നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മുൻഗാമികളൊക്കെ ദുആ ചെയ്തു. അല്ലാഹുമ്മ അഹീന അലൽ ഈമാനി വത്തൗബ വഅമിത്തിനാ ഫീ ലൈലത്തുൽ ജുമാഅത്തി വന്നഹാർ. പടച്ചവനെ, വെള്ളിയാഴ്ച രാവിലോ പകലൊക്കെ മരണപ്പെടാൻ ഭാഗ്യം തരണേ അല്ലാഹ്. വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് പറഞ്ഞ മഹാരഥന്മാരുണ്ട്. വിവിധങ്ങൾ ഹദീസിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും വെള്ളിയാഴ്ച പാവപ്പെട്ടവരുടെ അൽ ഹജ്ജ് ഫുഖറാഉ വൽ മസാകീൻ അല്ലേ, പാവപ്പെട്ടവരുടെ ഹജ്ജിന്റെ ദിവസമാണ്. ബലിപെരുന്നാളാണ്, പെരുന്നാളാണ് പാവപ്പെട്ടവരുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും സ്വലാത്തുകൾ നമ്മൾ ഓരോന്ന് പഠിക്കൽ നമ്മുടെ ബാധ്യതയാണ്. എത്രയോ സ്വലാത്തുകളുണ്ട്. നമ്മൾ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിലൂടെ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ സ്വലാത്തുകളാണ് എല്ലാ വെള്ളിയാഴ്ചയും പഠിക്കുന്നത്. ഇന്നും ഒരത്ഭുതത്തിന്റെ സ്വലാത്ത പഠിക്കാൻ പോകണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നേട്ടങ്ങൾ വേഗം ഒന്ന് പറയാം, എന്നിട്ട് ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ഞാൻ പറഞ്ഞു തരാം. ഒരു മഹാൻ, അതായത് ഡെമസ്കസിലുള്ള ഒരു വലിയ മഹാൻ, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാൻ. ആ മഹാനുഭാവന് ഒരു ചെറിയ പ്രയാസം വന്നു. പ്രയാസം എന്ന് പറഞ്ഞാൽ ആ പ്രയാസം കൊണ്ട് ജീവിതത്തിന് വലിയ തകർച്ച സംഭവിച്ചു. ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല. അങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ടപ്പോ മുത്ത് നബി തങ്ങളെ സ്വപ്നത്തിലോ. അപ്പൊ നബി തങ്ങളോട് സ്വപ്നത്തിലൂടെ ഈ പരാതി പറഞ്ഞു, നബിയെ, ഇന്ന പ്രശ്നം എനിക്കുണ്ട്, അതെന്നെ വല്ലാണ്ട് തകർക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരണം, ഒരു മാർഗം പറഞ്ഞു തരണം. നബി തങ്ങൾ ആ പ്രയാസം മാറാൻ സ്വപ്നത്തിലൂടെ മുത്ത് നബി തങ്ങൾ ആ മഹാന് പറഞ്ഞു കൊടുത്ത അത്ഭുതത്തിന്റെ സ്വലാത്ത്. ആലോചിക്ക്, നമ്മൾ പ്രയാസമില്ലാത്തവർ ആരാ ഉള്ളത്? ഏത് പ്രയാസവും മാറ്റാൻ കഴിയുന്ന നിബിധങ്ങൾ പറഞ്ഞു കൊടുത്ത അത്ഭുത സ്വലാത്ത്. ഇനിയോ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കാണ്, ഇത് ഏതെങ്കിലും ഒരു ആവശ്യം മനസ്സിൽ കരുതിയിട്ട്, ഒരു പ്രയാസം മനസ്സിൽ കരുതി 1000 വട്ടം ഈ സ്വലാത്ത് ചൊല്ലിയാൽ അത് വേരോടെ പൊഴുതു കളയുന്നതാണ്. നമ്മൾ വെറുതെ പോയാൽ വീണ്ടും തിരിച്ചു വരുമെന്നറിയാം അല്ലേ? നമ്മൾ പറയില്ലേ, അത് വേരോടെ പൊഴുതു കളഞ്ഞാൽ പിന്നെ ആ ചെടിയാകട്ടെ മരമാകട്ടെ പിന്നെ അവിടെ പൊടിക്കൂല. വേര് കിടന്നാൽ വീണ്ടും വീണ്ടും പൊടിച്ചു വരും എന്ന് പറഞ്ഞതുപോലെ ഈ സ്വലാത്ത് ഏതൊരു പ്രയാസം മനസ്സിൽ കരുതി 1000 വട്ടം ചൊല്ലിയാൽ നബി തങ്ങളുടെ ഹദീസ് വെച്ച് മഹാരഥന്മാർ പഠിപ്പിക്കുന്നു, വേരോടെ പൊഴുതു കളയും. പിന്നെ ആ പ്രയാസത്തിന്റെ കണിക പോലും ജീവിതത്തിൽ ഉണ്ടാവൂല. അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. ഇപ്പൊ 2 നേട്ടമായില്ലേ? 3ാമത്തെ നേട്ടം, ഇനി 1000 ഒന്നും ചൊല്ലാൻ സമയമില്ല. എന്നാൽ 300 തവണ ഇത് പതിവാക്കണം. 300 തവണ ഈ സ്വലാത്ത് പതിവാക്കിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ, വെള്ളിയാഴ്ച രാവിലും പകലിലും പ്രത്യേകിച്ച് 300 തവണ സ്വലാത്ത് ചൊല്ലുന്നതിന് പ്രത്യേക മഹത്വമുണ്ട് എന്ന് കിതാബുകൾ കാണാം. ഒരെണ്ണം മഹാന്മാർ രേഖപ്പെടുത്തുന്നു, വെള്ളിയാഴ്ച രാവിലും പകലും. അപ്പൊ ഈ സ്വലാത്ത് 300 വട്ടം നിങ്ങൾ ചൊല്ലിയാൽ ജീവിതത്തിൽ, കച്ചവടത്തിൽ, വീട്ടിൽ, എല്ലാറ്റിലും ബറക്കത്തുണ്ടാകും. അള്ളാഹു ബറക്കത്ത്, അള്ളാഹു ഭാഗ്യം തരട്ടെ. അതുപോലെ 4ാമത്തത്, ഖിയാമത്ത് നാളിൽ അള്ളാന്റെ റസൂലിന്റെ ഹദീസ് പഠിപ്പിക്കുന്ന മഹാരഥന്മാർ അന്ത്യനാളിൽ രക്തസാക്ഷികളുടെ ശുഹദാക്കളുടെ കൂടെ ഈ സ്വലാത്ത് പതിവാക്കുന്നവർ സ്ഥാനം കിട്ടും. 5ാമത്തത്, സിറാത്ത് എന്ന പാലം 500 വർഷത്തെ വഴിദൂരം മിന്നൽ വേഗത്തിൽ പ്രകാശത്തോടെ കടന്നു പോകും. അതുപോലെ 6ാമത്തത്, അവന് കിട്ടുന്നത് നാളെ പടച്ചവന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ഒന്നുമില്ല, ചെയ്ത നന്മകളെല്ലാം വീതിച്ചു കൊടുത്തു, ഇനി ഒന്നുമില്ല. പക്ഷെ അള്ളാഹ് പറയും, അങ്ങോട്ട് നോക്കാൻ പറയും. വനാദ മുനാദ് മിൻ ഖബിലിർ റഹ്മ, അള്ളാന്റെ ഭാഗത്തേക്ക് വിളിച്ചു പറയുന്ന മാലാഖ വിളിച്ചു പറയും, ഇത് അങ്ങോട്ട് നോക്കാൻ പറയും. അവിടെ ഉഹുദ് മലയോളം പ്രതിഫലം കാണും. അപ്പൊ ചോദിക്കും, അത്ര ഇതെന്താ, ഞാൻ അത്ര നന്മ ചെയ്തിട്ടില്ലല്ലോ? അപ്പൊ അറിയിച്ചു കൊടുക്കും, അത്രേ, ഇന്നാലിന്ന സ്വലാത്ത് നീ ചൊല്ലിയില്ലേ, അതിന്റെ പ്രതിഫലമാണ്. അപ്പൊ ഈ സ്വലാത്ത് നിത്യമായി പതിവാക്കുന്നവർക്ക് ഉഹുദ് മലയോളം പ്രതിഫലം കിട്ടും. 7ാമത്തത്, നന്മകൾ തൂങ്ങുകയും തിന്മകൾ കുറയുകയും ചെയ്യുമെന്നാണ്. ഇത്രയേറെ മഹത്വം.
ഏതാണ് ആ സ്വലാത്ത്? അതും കൂടി പറയാം. അതാണ് സ്ക്രീനിൽ കാണുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏതാണെന്നറിയോ? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖദ് ലാഖത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. അത്രയേ ഉള്ളൂ. എത്ര സിമ്പിൾ നോക്കിയേ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ് ഖദ് ലാഖത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ് ഖദ് ലാഖത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. ഈ സ്വലാത്ത് വളരെ എളുപ്പം പഠിക്കാൻ പറ്റും. എന്നാൽ ഇത്ര സ്വലാത്തല്ലേ ഉള്ളൂ. ഒരെണ്ണം ചൊല്ലാൻ തന്നെ മിനിറ്റ് പോലും വേണ്ട. ഇത് പതിവാക്കണം. അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. അതോടൊപ്പം ഒരു 300 വട്ടമെങ്കിലും നമ്മൾ ഇന്ന് ചൊല്ലണമെന്നേ. അടുത്ത വെള്ളിയാഴ്ച വരെ ഈ സ്വലാത്ത് പതിവാക്കണം. അടുത്ത ആഴ്ച നമ്മൾ ഈ ചാനലിലൂടെ അടുത്ത സ്വലാത്ത് പഠിക്കും. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച അങ്ങനെ പഠിക്കും. അപ്പോൾ എല്ലാം ചൊല്ലിയതിൻ്റെ കൂലി നമുക്ക് കിട്ടും. എല്ലാം പരിചയപ്പെടാമല്ലോ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ച ദിവസങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. ആ വെള്ളിയാഴ്ച ദിവസത്തെ പരിഗണിച്ചവനെ ആ ദിവസം പരിഗണിക്കുമെന്ന് നബീന റസൂലുള്ളാഹി. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വേണ്ടേ? നമ്മൾ പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. ഒരു യാസീൻ നമ്മൾ ജുമുഅയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ പാരായണം ചെയ്തിരിക്കണം. അതുപോലെ ളുഹാ നമ്മൾ നമസ്കരിക്കണം. നിയ്യത്ത് വെച്ച് ജുമുഅയുടെ സുന്നത്ത് കുളിയെ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. സുഗന്ധം പൂശുക, നഖം വെട്ടുക, കക്ഷരോമം, ഗുഹ്യരോമം അതൊക്കെ നമ്മൾ ക്ലീൻ ആക്കുക. നമ്മൾ ഇങ്ങനെ എന്തിനാ വെച്ചേക്കണം? എല്ലാ ആഴ്ചയും പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അത് നല്ലതാണല്ലോ, ആരോഗ്യത്തിന് നല്ലതാണല്ലോ. ദീനിലും സുന്നത്തുണ്ട്. എല്ലാ ആഴ്ചയും കക്ഷരോമം, ഗുഹ്യരോമം ക്ലീൻ ആക്കുക, നഖം മുറിക്കുക. അതുപോലെ ശരീരം നജസ്സുകളൊക്കെ നീക്കം ചെയ്യുക, വൃത്തിയാകുക. നിസ്കാരം എന്താ പറയാ, നമസ്കാരം നേരത്തെയാക്കുക. ജുമ്മ നമസ്കാരമൊക്കെ നേരത്തെയാക്കുക. പുരുഷന്മാർ നേരത്തെ പള്ളിയിൽ പോവുക, ഖബർ സിയാറത്ത് ചെയ്യുക, അവിടെ ആർക്കെങ്കിലും സ്വതക്ക കൊടുക്കുക, പരസ്പരം മുസാഫഹത്ത് ചെയ്യുക, മാതാപിതാക്കളെ സന്ദർശിക്കുക. അതൊക്കെ ചെയ്യൽ വെള്ളിയാഴ്ച പ്രത്യേകം സുന്നത്താണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം വെള്ളിയാഴ്ച അസ്ർ നമസ്കാരം കഴിഞ്ഞ് 80 വട്ടം ഈ പറയുന്ന സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ 80 വർഷത്തെ പാപം പൊറുക്കും. നമ്മൾ എല്ലാ ആഴ്ചയും പറയുന്നതാണ്. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലിം തസ്ലീമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലിം തസ്ലീമ. 80 വർഷത്തെ പാപം അല്ലാഹു പുറത്തരുന്നാണ്. ആലോചിച്ചോക്കെ. 80 പോയിട്ട് 50 കൊല്ലം ജീവിക്കുമെന്ന് ഉറപ്പുണ്ടോ? ആ ഉറപ്പുണ്ടെങ്കിൽ തന്നെ ഒരു 60 കൊല്ലമൊക്കെ ആകുമ്പോൾ ഓർമ്മയുണ്ട്, എഴുന്നേറ്റിരിക്കാൻ പറ്റും എന്ന വല്ല കണക്കുണ്ടോ? ഇല്ല. 80 വർഷത്തെ പാപം പൊറുക്കും. അതോടൊപ്പം ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദൻബിൽ അലീമി. ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ല ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. ഈ ബൈത്ത് വെള്ളിയാഴ്ച മാത്രമല്ല, എപ്പോഴും ചൊല്ലുക. ഇത് പതിവാക്കിയവർ തൗബയില്ലാതെ മരിക്കൂല, സ്വർഗം കണ്ടിട്ടല്ലാതെ മരിക്കൂല. അള്ളാഹു അവനെ സഹായിക്കും, മുത്തനബി തങ്ങൾ അവനെ സഹായിക്കും, മലക്കുകളുടെ സഹായം ഉണ്ടാകും. അള്ളാഹു ആദരിച്ച അടിമയുടെ കൂട്ടത്തിലാണ്, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കും. ഈ ബൈത്ത് എല്ലാ ദിവസവും ഒരു 3 വട്ടമെങ്കിലും പതിവാക്കി ഇവിടെ എഴുതി ഇങ്ങനെ വെക്കുക. എവിടെയെങ്കിലും വീട്ടിൽ ഇതിങ്ങനെ പാരായണം ചെയ്യുക. അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. ഇതുപോലെ നല്ല നല്ല അറിവുകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു അറിവുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ. ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്തിനുണ്ട്. നിങ്ങളൊക്കെ ദ്വാരക്കണം. അല്ലാഹു ഖൈറും ബറക്കത്തും അല്ലാഹു പ്രധാനിക്കുമാറാകട്ടെ. അതോടൊപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ മഹാന്മാരുടെ ജീവിതത്തിലൂടെ ഒരു യാത്ര, ബദറിൻ തീരം ചരിത്ര കഥകൾ എന്നാണ് ആ ചാനലിന്റെ പേര്. ആ ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യുക, ജോയിൻ ചെയ്യുക. അല്ലാഹു ഭാഗ്യം തരട്ടെ. അതോടൊപ്പം അൽഹംദുലില്ലാ നമ്മുടെ ബദറിൻ തീരം ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ്. ആ ചാനലിന്റെ ലിങ്കും താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കൂട്ടായ്മയാണ്, നമ്മുടെ സംരംഭമാണ്. അല്ലാഹു വിജയിപ്പിക്കട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.